പോലീസ് സ്റ്റേഷനിൽ എന്താണ് ശരിക്കും സംഭവിച്ചത്? പോലീസ് സ്റ്റേഷനിൽ ഭയങ്കര ഇവരാന്ന് പറഞ്ഞപ്പോ തന്നെ അവർക്ക് എന്റെ അടുത്ത് വന്നിട്ട് ഇവനെ ഒരു പാവം സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പാവം ശരിക്കും അവൻ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. യൂട്ടിലൈസ് ചെയ്യേണ്ട, അതായത് ഇവൻ ഇങ്ങനെയാണെന്നല്ല കേരളം മൊത്തം അറിയാം. അല്ല, അതൊന്നും നമ്മൾ ബാധിക്കേണ്ട കാര്യമല്ല. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങളും പാവം അവനെ സംബന്ധിച്ച് യൂട്ടിലൈസ് ചെയ്യുകയോ നമ്മളതൊന്നും ചെയ്തിട്ടില്ല. അല്ല പോലീസുകാരാണ് നല്ല രീതിയിൽ വിരട്ടി കേട്ടോ, നല്ല രീതിയിൽ വിരട്ടി. നല്ല ഫൈൻ സംഭവിക്കായിരുന്നു. എന്തായിരുന്നു പോലീസുകാർ എന്താ പറഞ്ഞ? പോലീസുകാർ അത് വിളിച്ചിട്ട് നീ നിന്റെ പേര് അലിൻ ജോസ് പെരേര പുള്ളി പറഞ്ഞു. എന്നെ അറിയില്ലേ എന്നുള്ള രീതിയിലേക്ക് പുള്ളി അലിൻ ജോസ് പെരേര 12 പേര് ചുറ്റും നിൽക്കുക. എന്നിട്ട് പറയണേ അലിൻ ജോസ് പെരേര പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പോലീസുകാർ ചോദിച്ചു, പോലീസുകാർ വിട്ട് വീഡിയോ കാണിച്ചു കൊടുത്തു. മറ്റേ ഇവരുടെ വന്ന വീഡിയോ ചാനൽ കൈ കെട്ടിയ തലയുടെ വീഡിയോ പോലീസുകാർ അവനെ തന്നെ കാണിച്ചു കൊടുത്തു. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. നിന്റെ തലയിലെ ഒറ്റ ദിവസം നിന്റെ മുറിവൊക്കെ മാറിയോ, കാലൊക്കെ ശരിയായോ, അന്ന് കൈയൊക്കെ ശരിയായോ എന്ന് പോലീസുകാർ ചോദിച്ചു. അപ്പൊ ചുമ്മാ തമാശക്ക് പോലീസുകാരുടെ അടുത്ത് പറയാം. അപ്പൊ തമാശയാ. അപ്പൊ എന്തിനാ ആശിച്ചതിന് പരാതിയുണ്ട് ആണാ? അങ്ങനെയാണെങ്കിൽ എസ് ഐ പറഞ്ഞു ആ കമ്പ്യൂട്ടർ എടുത്ത് ഇവന്റെ കൈയും കാര്യം തല്ലി പിടിക്കണ്ടേ, ആശിച്ച് തല്ലിന്ന് പറയണ്ടേ എന്ന് പറഞ്ഞപ്പോ അത് ശരിയാവില്ല പറയണ, അത് ശരിയാവില്ല. എന്റെ ഒറിജിനാലിറ്റി വേണ്ട, കൈ തല്ലിടിച്ച് തല അടിച്ച് പൊളിക്കാം, നല്ല ശരിയാവുള്ളൂ. അത് ഒറിജിനാലിറ്റി വേണ്ട, നമുക്ക് അവനെ അറസ്റ്റിലാക്കണ്ടേ എന്ന് പറഞ്ഞപ്പോ വേണ്ട ഞാൻ ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോ പോലീസുകാരൊക്കെ എല്ലാവരും എനിക്ക് അയച്ച് തെറിയൊക്കെ ഇവരെ കേൾപ്പിച്ചു കൊടുത്തു. ഞാൻ ദൂരെ കണ്ടിട്ടുണ്ട്. എനിക്ക് അയച്ച് തെറിയൊക്കെ ഇവരെ കേൾപ്പിച്ചു കൊടുക്കുന്ന സംഭവം എന്ന് വെച്ചാൽ അവൻ വിളിച്ച് തരാൻ തന്നെ കേൾക്കുമ്പോ അവന് ചമ്മല്. ഞാൻ അതൊക്കെ അപ്പൊ പറഞ്ഞു പോയതാണ്, സോറി സാർ എന്നുള്ള രീതിയിൽ അങ്ങനെ സമയത്തിട്ട് കുറച്ച് ഇവൻ എന്താ പറയാ കുറച്ച് പോലീസുകാർ എല്ലാവരും ഇവനെ ആക്രമിക്കാനുള്ള. കുറച്ച് കഴിയുമ്പോൾ അവന്റെ ആറ്റിറ്റ്യൂഡൊക്കെ പറയും. ഇവന് കുറച്ച് പെട്ടെന്ന് സ്വിച്ച് ആവും. ആറ്റിറ്റ്യൂഡ് പറയും, അറസ്റ്റ് 10-15 ചുറ്റും നിൽക്കുമ്പോൾ പോലീസുകാരുടെ അറസ്റ്റ് ചെയ്യുന്ന പറയാം. അത് തന്നെ പോലീസുകാർക്ക് മനസ്സിലായി ഇവന്റെ ഒരു ക്യാരക്ടർ. അപ്പം തന്നെ പോലീസുകാർക്ക് മനസ്സിലായി. പിന്നെ എന്റെ അടുത്തൊന്ന് പറഞ്ഞു വേണോ കേസൊക്കെ വേണമെന്ന് ചോദിച്ചാൽ പറഞ്ഞേ ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാനും ഇല്ല. ഇപ്പൊ 15 ദിവസത്തേക്ക് അപ്പൊ ആ വക്കീലൊന്നും ഉണ്ടായിരുന്നല്ലോ. വക്കീല് ഓടി വന്നിട്ട് പറഞ്ഞ് ഇത് നടക്കൂല, നിങ്ങള് ഇവന്റെ ഭാഗം ബാധിക്കാൻ വന്ന വക്കീലാണ് റെനീഷ് എടത്തനാട് വക്കീല്. വിഷ്ണു കൊച്ചിക്കാരൻ അറേഞ്ച് ചെയ്ത എന്തോ വക്കീലാണ്. ഇത് ഞങ്ങള് പറ്റില്ല, ഇവനകത്ത് പോകും, നിങ്ങൾ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ഈ പുള്ളി കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തേക്കണത്. എല്ലാ ചാനലും വന്നേക്കും കണ്ടിട്ടുണ്ടായില്ല. അപ്പൊ ഈ വീഡിയോ എന്തോന്ന് സാറ് ഞങ്ങൾക്ക് അറിയില്ല. പുള്ളി പറഞ്ഞു ഇത് ചെയ്തിട്ട് കാര്യമില്ല, കാരണം ഇവനകത്ത് പോയാണ് 15 ദിവസത്തേക്ക് റിമാൻഡ് ആണെന്ന് പറഞ്ഞു കോടതിയിൽ, പോലീസ് സ്റ്റേഷനിൽ.